ഫ്രണ്ട്സ്, വെൽക്കം ടു എറ്റേണൽ ബോൺസ്. മൈ വാമ്പയർ ലവർ എന്ന എൻ്റെ വാമ്പയർ സ്റ്റോറിയിലൂടെ എൻ്റെ പാരനോമൽ സ്റ്റോറി യൂണിവേഴ്സിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യട്ടെ. ഹിസ്റ്ററി ടേൺ ലെജൻഡ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൈ വാമ്പയർ ലവറിൻ്റെ 5th ചാപ്റ്ററാണത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടിലേക്കാണ് ഇന്ന് നമ്മൾ കിടക്കാൻ പോകുന്നത്. തൻ്റെ കൊട്ടാരത്തിൽ ലിസാറയോടൊപ്പം അത്താഴം കഴിഞ്ഞതിന് ശേഷം ഏഡ്രിയാൻ ലിസാറയെ തൻ്റെ സ്റ്റഡി റൂമിലേക്ക് തനിച്ച് സംസാരിക്കുവാനായി വിളിക്കുന്നു. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാനുള്ളതുകൊണ്ട് ലിസാറ ഒട്ടും സംശയിക്കാതെ തന്നെ അയാളോട് അതിന് സമ്മതിക്കുന്നു. തൻ്റെ നേർക്ക് നീട്ടിയ ഏഡ്രിയാൻ്റെ കൈ പിടിച്ച ലിസാറ പെട്ടെന്ന് മറ്റെങ്ങോട്ടോ ടെലിപോർട്ട് ചെയ്യപ്പെടുന്ന പോലെ അവൾക്ക് ഫീൽ ചെയ്യുന്നു. അവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ബാക്കി നമുക്കറിയണ്ടേ? ലിസാറയ്ക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളും അതിന് ഏഡ്രിയാൻ കൊടുക്കാനിരിക്കുന്ന ഉത്തരങ്ങളും അത് നമുക്കും അറിയണ്ടേ? വരൂ, ഞാൻ നിങ്ങളെ ഏഡ്രിയാൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം. നമുക്കും അറിയാം ആ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളും. ഒരു നിമിഷം കൊണ്ട് അവരാ കൊട്ടാരത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് എത്തിച്ചേർന്നത്. ആ കോറിഡോറിൻ്റെ തെക്കേ അറ്റത്തുള്ള ഒരു മുറി തുറന്നിട്ട് ഏഡ്രിയാൻ ലിസാറയെ അതിനകത്തേക്ക് ക്ഷണിച്ചു. ഒട്ടും മടിക്കാതെ തന്നെ ലിസാറ അതിൻ്റെ അകത്തേക്ക് കയറി. അകത്തേക്ക് പ്രവേശിച്ച ലിസാറ ചെറുതായി ഒന്ന് അമ്പരുന്നു. ഏതാണ്ട് 3 ആളുടെ പൊക്കത്തിലുള്ള ഒരു വലിയ മുറി, ഒരു വലിയ ലൈബ്രറി ഹാൾ പോലെയൊക്കെ തോന്നിക്കുന്ന ഒന്ന്. അതിലാണെങ്കിൽ അങ്ങിങ്ങായി ഏകദേശം 2 ആളുടെ പൊക്കത്തിൽ വലിയ ഷെൽഫുകൾ നിരത്തിയിട്ടിരിക്കുന്നു. അതിലൊക്കെ പഴയതും പുതിയതും ഒക്കെയായി ഒരുപാട് പുസ്തകങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്. എല്ലാം കണ്ട് തെല്ലും തമ്പരുന്ന് നിന്ന ലിസാറയെ ഏഡ്രിയാൻ പതുക്കെ തോളിൽ സ്പർശിച്ചു. തിരിഞ്ഞു നോക്കിയ ലിസാറ ഏഡ്രിയാൻ തൻ്റെ നേർക്ക് ഒരു പ്രത്യേക രീതിയിൽ നോക്കുന്നതായി കണ്ടു. അയാളുടെ കണ്ണുകൾ അവളുടെ കണ്ണുകളുടെ അകത്തേക്ക് തുളച്ചു കയറുന്നത് പോലെയുള്ളൊരു നോട്ടം. അയാളുടെ ആ നോട്ടം ഫേസ് ചെയ്യാൻ കഴിയാതെ ലിസാറ പെട്ടെന്നൊരു വശത്തേക്ക് തിരിഞ്ഞു. അപ്പോഴാണ് അത് അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ മുറിയുടെ ഒരു വശത്ത് നെടുനീളം ജനാലുകൾ, അതിലൂടെ അകത്തേക്ക് അരിച്ചു കയറി വരുന്ന ചന്ദ്രന്റെ വെളിച്ചം. അവൾ പതുക്കെ അതിനടുത്തേക്ക് നകന്നു. കർട്ടനുകൾ അല്പം മാറ്റി നോക്കിയപ്പോൾ അകത്തേക്ക് വളരെ ശക്തിയായി തന്നെ ചന്ദ്രന്റെ വെളിച്ചം പ്രവേശിക്കാൻ തുടങ്ങി. ഏഡ്രിയാന് നേർക്ക് തിരിഞ്ഞിട്ട് ലിസാറ ചോദിച്ചു, ഇന്ന് പൗർണമിയാണോ? നല്ല വെളിച്ചമുണ്ടല്ലോ. അപ്പോൾ ഏഡ്രിയാൻ ഒന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഏയ് അല്ല, അതിനിനി 2-3 ദിവസം കൂടെയുണ്ട്. ചില മാസങ്ങളിൽ ചന്ദ്രന് വെളിച്ചവും വലുപ്പവും കൂടും. ലിസാറ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ലിസാറ അറിയുന്നതും അറിയാത്തതുമായിട്ടുള്ള പല കാര്യങ്ങളുമുണ്ട്. എന്നിട്ട് പതുക്കെ ഏഡ്രിയാൻ ലിസാറയുടെ അടുത്തേക്ക് നടന്നു. എന്നിട്ട് അവളെ ആ ജനലിനടുത്തുള്ള ഒരു വലിയ രാജകീയ ഇരിപ്പിടത്തിലേക്ക് ഇരിക്കാൻ ആവശ്യപ്പെട്ടു. എന്നിട്ട് അവളുടെ അടുത്ത് ഏഡ്രിയാനും ഇരുന്നു. ആ നിമിഷത്തിൽ ഏഡ്രിയാൻ ലിസാറയെ വീണ്ടും നോക്കി. ഒരു വല്ലാത്ത നോട്ടം. കണ്ണുകളെ
തന്നെ അയാളിലേക്ക് ആകർഷിക്കാൻ പോകുന്ന എന്തോ ഒന്നുണ്ടെന്ന് ലിസാറ മനസ്സിലാക്കുകയായിരുന്നു. അതവൾക്ക് വല്ലാത്തൊരു തിരിച്ചറിവ് തന്നെയായിരുന്നു. അയാളുടെ ആ നോട്ടം ഫേസ് ചെയ്യാനാവാതെ അവൾ മുഖം തിരിച്ചു. അപ്പോഴയാൾ ലിസാറെ വിളിച്ചു. ലിസാറ. അവൾ പതുക്കെ മുഖമുയർത്തി നോക്കി. അപ്പോൾ ഒരു ചെറു പുഞ്ചിരിയോടെ അയാൾ പറഞ്ഞു, Now it's time for you, ലിസാറ. നിനക്കിപ്പോൾ എന്നോട് എന്തും ചോദിക്കാം. നിന്റെ ചോദ്യങ്ങൾക്കെല്ലാം എന്നെക്കൊണ്ടാവുന്നതിന് പരമാവധി സത്യസന്ധമായി തന്നെ നിന്നോട് ഞാൻ മറുപടി പറയാം. അത് കേട്ട ലിസാറ ഒരു നിമിഷം എന്ത് പറയണമെന്നറിയാതെ ആകെ ഒന്ന് പരുതി. പിന്നെ അയാളോട് പറഞ്ഞു, വെൽ ഏഡ്രിയൻ, എൻ്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷെ അതെല്ലാം ഇപ്പോൾ ചോദിക്കാനാവുമോ എന്നെനിക്കറിയില്ല. എന്തായാലും 2 കാര്യങ്ങൾ എനിക്കറിയണം. അറ്റ്ലീസ്റ്റ് അതിനുള്ള മറുപടിയെങ്കിലും അറിയാതെ ഇന്ന് രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ ഏഡ്രിയൻ അവളോടൊന്ന് ചിരിച്ചു. ആ മുറിയുടെ മങ്ങിയ വെളിച്ചത്തിൽ ഏഡ്രിയൻ്റെ കണ്ണുകൾ വീണ്ടും പച്ച നിറത്തിൽ തിളങ്ങുന്നത് അവൾ മനസ്സിലാക്കി. എന്നെ നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? പിന്നെ ഞാനും നിങ്ങളും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. അതെന്താണ്? ഈ 2 ചോദ്യങ്ങൾക്ക് എനിക്ക് ഉത്തരം അറിയണം, ഇപ്പോൾ, ഈ നിമിഷം. അതിന് മറുപടിയായി ഏഡ്രിയൻ വീണ്ടും ചിരിച്ചു. ഏഡ്രിയൻ്റെ മുഖം അപ്പോഴും ശാന്തമായിരുന്നു. പലതരത്തിലുള്ള ഭാവങ്ങൾ അയാളുടെ മുഖത്ത് മിന്നിമറിയുന്നത് ലിസാറ കണ്ടു. പക്ഷേ അത് അവളോടുള്ള പാഷനായിരുന്നു, അത് വെറും സിമ്പതിയോ, അത് തിരിച്ചറിയാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. ഒന്നുകൂടി അവളോട് അടുത്തിരുന്നുകൊണ്ട് ഒരു പ്രത്യേക ഭാവത്തിൽ ഏഡ്രിയൻ പക്ഷേ അവളോട് പറഞ്ഞു, യു ആർ ദ വൺ ലിസാറ, ബോൺ ഫോർ മീ. നീയാണത്, എനിക്ക് വേണ്ടി ജനിക്കപ്പെട്ടത്. ആ ഒരു നിമിഷം അവൾക്ക് തൻ്റെ ശ്വാസം നിലയ്ക്കുന്നത് പോലെ തോന്നി. ഒരു വിറയൽ അവൾ അറിയാതെ അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറി. താനൊരു വാമ്പയറിന്റെ സ്വന്തമാവാൻ പോകുന്നു. അവൾ ഞെട്ടിപ്പോയി. അങ്ങനെ അമ്പരന്ന് അയാളുടെ മുഖത്തേക്ക് നോക്കിയ ലിസാറയോട് ഒന്നുകൂടി സോഫ്റ്റായിട്ട് അയാൾ പറഞ്ഞു, ഐ വുഡ് കമ്പൽ യു ലിസാറ. ഞാൻ നിന്നെ ഒന്നിനും നിർബന്ധിക്കില്ല. പക്ഷെ ഇതാണ് സത്യം. നിന്റെ ജീവിതയാത്രയിൽ നീ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം. അപ്പോഴും ലിസാറയ്ക്ക് തൻ്റെ അമ്പരപ്പ് മാറിയിട്ടുണ്ടായിരുന്നില്ല. അവൾ അയാളോട് ചോദിച്ചു, ഞാനൊരു സാധാരണ മനുഷ്യ സ്ത്രീയല്ലേ, എനിക്കിങ്ങനെ ഒരു വാമ്പയറിൻ്റെ കൂടെ കഴിയാൻ കഴിയും? എങ്ങനെ നിങ്ങളെ സ്നേഹിക്കാനാവും? അതിന് മറുപടിയായി ഏഡ്രിയൻ വീണ്ടും അവളോടൊന്ന് പുഞ്ചിരിച്ചു. ഈസ് ദാറ്റ് എ കൺസേൺ മൈ ലേഡി? അയാളുടെ ആ ചോദ്യത്തിന് എന്ത് മറുപടി നൽകണമെന്ന് ലിസാറയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ആരോ അവളുടെ മനസ്സിനകത്ത് നിന്ന് ഇയാൾ താനുമായി എന്തോ ഒരു ബന്ധമുള്ള അയാളാണെന്ന് പറയുന്ന പോലെ ലിസാറയ്ക്ക് തോന്നി. അതൊരു പക്ഷേ ഒരു അശരീരി പോലെ അവളുടെ മനസ്സിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു. ഹിസ്റ്ററി ടേൺ ലെജൻഡിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എന്നാൽ ലിസാറയ്ക്ക് ഏഡ്രിയനോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളും ഏഡ്രിയൻ ലിസാറയോട് നടത്താനുള്ള വെളിപ്പെടുത്തലുകളും ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും.
So just wait a little bit more until I come with the third part of this chapter, History Turned Legend Part 3.